മോഹൻ ബഗാനും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം പ്രീതം കോട്ടാലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പറയാൻ പറ്റിയേക്കാം. പക്ഷേ പ്രീതം കോട്ടാലിനെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ മേധാവിയായിട്ടുള്ള അഭിക് ചാറ്റർജി പറയുന്നത് അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല, ആളത്ര വെടിപ്പല്ലെന്നാണ്. അവിടെ നിൽക്കട്ടെ. മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സമദ് കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഒരു എന്താണ് പറയുന്നത് സെൻസേഷനായി മാറിയ താരം പിന്നീട് വലിയൊരു തുകയ്ക്ക് മോഹൻ ബഗാനിലേക്ക് പോയി അവരുടെ കിരീടധാരണത്തിലെല്ലാം പങ്കാളിയാകുന്ന താരമാണ്. ഏതായാലും മോഹൻ ബഗാനിലെയും കേരള ബ്ലാസ്റ്റേഴ്സിലെയും ഡിഫറൻസ് എന്താണ് എന്ന് സഹൽ അബ്ദുൾ സമദ് തന്നെ പറയുന്നത് കേട്ടോളൂ. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരു ട്രോഫിക്ക് വേണ്ടി വളരെയധികം ഫൈറ്റ് ചെയ്യുന്നവരായിരുന്നു. എത്ര തവണയാണ് നമുക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് ആ ഒരു ട്രോഫി നഷ്ടമായത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പക്ഷേ മോഹൻ ബഗാനിലേക്ക് വരുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ തീർത്തും വ്യത്യസ്തമാണ്. അവിടെ ഞാനൊരു ചാമ്പ്യൻ ടീമിൽ കളിക്കുന്നു എന്നുള്ള ഒരു അനുഭവമാണ് എനിക്ക് പ്രതീതമാകുന്നത് എന്നാണ് നമ്മുടെ സഹൽ അബ്ദുൾ സമദ് പറയുന്നത്. സത്യമാണ്, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റി ഉള്ള ചാമ്പ്യൻ ടീം തന്നെയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ പതറുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുവരെ കിരീടങ്ങൾ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വലിയ സ്റ്റേജസിൽ നമ്മൾക്ക് കാലിടറുന്നത് തുടർച്ചയായിട്ടുള്ള കാഴ്ചയുമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ട് കിരീടങ്ങളൊന്നും സ്വന്തമാക്കാൻ കഴിയാതിരുന്ന സഹലിന് മോഹൻ ബഗാനിലേക്ക് ചെന്നപ്പോൾ കിരീടങ്ങൾ കൊണ്ട് ആറാട്ടാണ് എന്നുള്ളതും ചേർത്ത് വെക്കേണ്ടതാണ്. അത്രയേ ഉള്ളൂ.